ഒരു പാമ്പിനെ പിടിക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് ഇത് കാണുമ്പോഴറിയാം. എന്നാൽ ഇതാ കിണറ്റിൽ വീണുപോയ പാമ്പിനെ പൊക്കിയെടുത്ത് യൂസഫിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ പാമ്പ് എന്തുകൊണ്ട് കിണറ്റിൽ പോയെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ആഴ്ചയാണ് കിണറ്റിൽ വീണുപോയ ആനയ്ക്ക് വാർത്താ പ്രാധാന്യം കിട്ടിയത്. അപ്പോൾ പിന്നെ ഈ പാമ്പിന് കിണറ്റിൽ ചാടാൻ തോന്നിയത് സ്വാഭാവികം. കിണറ്റിൽ വീണാൽ ആനയെ മാത്രമല്ല പാമ്പിനെയും പൊക്കുമെന്ന് ഇപ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ വാർത്താ പ്രാധാന്യം കണ്ടാകണം ഈ പാമ്പും കിണറ്റിലേക്ക് ചാടിയത്. അങ്ങനെ കിണറ്റിൽ പെട്ടുപോയ ഒരു മൂർഖന്റെ കാഴ്ചയാണ് ഇനിയും നമ്മൾ കലേഡോസ്കോപ്പിൽ കാണുന്നത്. അളിയ അടങ്ങിക്കട അടങ്ങിക്കട അടങ്ങിക്കട. രണ്ടാഴ്ച മുമ്പ് പാലക്കാട്ട് ഒരു കാട്ടാന കിണറ്റിൽ ചാടിയ വാർത്ത കണ്ട് ആവേശം മൂത്തിട്ടാണെന്ന് തോന്നുന്നു. തിരുവനന്തപുരം പാങ്ങോട്ട് കൊച്ചാലമൂട്ടിൽ ഒരു മൂർഖൻ പാമ്പും കിണറ്റിൽ ചാടി. അവിടെ ആനയെ പൊക്കാൻ 21 മണിക്കൂർ എടുത്തെങ്കിൽ ഈ പാവമൂർഖനെ 10 മിനിറ്റ് കൊണ്ട് കരയിലെത്തിച്ചു. കാഞ്ചിനാട ജഹാംഗീറിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പാമ്പ് കിണറ്റിൽ വീണത്. 40 അടി താഴ്ചയുള്ള കിണറ്റിൽ പത്തി വിടർത്തി നിന്ന പാമ്പിനെ കിണറ്റിൽ നിന്ന് രക്ഷിക്കാൻ നാട്ടിൽ നിന്ന് തന്നെ ആളെത്തി. വനം വകുപ്പിൽ താൽക്കാലിക ജീവനക്കാരനായ യൂസഫ് കൈലിയും മടക്കിക്കുത്തി ഒരു കൊച്ചു കമ്പുമായി കിണറ്റിലിറങ്ങി. കിണറ്റിൽ കിടന്ന് മൂർഖൻ യൂസഫിനെ വെൽക്കം ചെയ്തു. കിണറിന്റെ താഴ്ച കൊണ്ട് ക്യാമറ ഫോക്കസ് ആയില്ല. മാന്യപ്രേക്ഷകർ ദയവായി ക്ഷമിക്കുക. കമ്പിൽ തോണ്ടി യൂസഫ് കിണറ്റിൽ കുളിയും ദേവാരവും നടത്തി വിശ്രമിച്ച മൂർഖനെ പോക്കി നേരെ കരയിലേക്ക്. കിണർ അരഞ്ഞാണത്തിൽ ഒറ്റക്കൈ ബാലൻസിൽ യൂസഫ് പൊങ്ങി വരുമ്പോൾ മൂർഖൻ ഒരേ കുസൃതി. ഒടുവിൽ അപകടം കൂടാതെ പാമ്പും യൂസഫും കരയിലെത്തി. കിണറ്റിലായാലും കരയിലായാലും പാമ്പിനെ പൊക്കി പരിചയമുള്ളതിനാൽ ഏത് പാമ്പ് അപകടത്തിൽപ്പെട്ടാലും താനുണ്ട് രക്ഷയ്ക്കെന്ന് യൂസഫ് പറയുന്നു. ഇതിന് പ്രകൃതിക്ക് ഈ ജീവി അനിവാര്യമാണ്. നമ്മെ പോലെ ജീവിക്കാനുള്ള അവകാശം അവർക്ക് നിഷേധിക്കപ്പെടുന്നത് തെറ്റ് തന്നെയാണ്. ചവിട്ടിയാൽ കടിച്ച് മനുഷ്യൻ മരണപ്പെട്ടു പോകുന്നത് പ്രാഥമിക ചികിത്സ കിട്ടാതെയോ പിന്നെ ഹാർട്ട് അറ്റാക്ക് മൂലമോ ആണ് മനുഷ്യൻ മരിക്കുന്നത്. പഠനങ്ങൾ തെളിയിക്കുന്നതും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുടെ അഭിപ്രായവും വിഷം കയറി 4% ആളുകൾ മാത്രമേ മരിക്കുന്നുള്ളൂ. കാരണമെന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് കിട്ടാത്തതുകൊണ്ട്. കരയിലെത്തിയ പാമ്പ് കുറച്ചുനേരം യൂസഫിന് മുന്നിൽ പത്തി വിടർത്തി കളിച്ചു. പിന്നെ ഇനി മേലിൽ കിണറ്റിൽ ചാടരുതെന്ന ഉപദേശം നൽകി ചാക്കിലാക്കി കാട്ടിലേക്ക്. അങ്ങനെ കിണറ് കണ്ട ഉരകവും കലൈഡോസ്കോപ്പിന്റെ കാഴ്ചയായി.